ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കൊടുത്ത റോസ്റ്റിംഗ് ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. പവർ ടീമിനെയായിരുന്നു റോസ്റ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഇവർക്ക് പ്രൈസും ഉണ്ടായിരുന്നു. വലിയൊരു ബൗൾ ചിക്കനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക്. രണ്ടാമത്തവർക്ക് അതിൽ ചെറുതാണ് തേർഡ് കിട്ടുന്നവർക്ക്. ആദ്യം മത്സരിക്കാനായിട്ട് പവർ ടീം നിർദ്ദേശിച്ചത് നെക്സ്റ്റ് ടീമിനെയായിരുന്നു. നെക്സ്റ്റ് ടീം വന്ന് അതിമനോഹരമായിട്ട് തന്നെ ഓരോ കഥാപാത്രത്തെ എടുത്തു വെച്ച് തന്നെ റോസ്റ്റ് ചെയ്തു. ശ്രീരേഖയെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ശ്രീതു റോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ടീം വന്നിട്ട് വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന ആ ഒരു എപ്പിസോഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അതിമനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു എന്ന് തന്നെ പറയാം. ലാലേട്ടൻ വരുമ്പോൾ തന്നെ ഈ പവർ ടീമിലുള്ള ആൾക്കാരൊക്കെ ഉറങ്ങുന്നതായിട്ടൊക്കെ ഒരു സീനാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് യമുന റാണി ഓരോന്ന് പറയുന്നത്. യമുന റാണി എപ്പോഴും ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ശ്രീരേഖ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ തുടങ്ങി എല്ലാവരെയും അതിൻ്റെ അകത്ത് ഒരു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചു. ശ്രീരേഖയെ അനുകരിച്ച ശ്രീതു മനോഹരമായിട്ട് തന്നെ ചെയ്തു എന്ന് പറയാം. ആ മാനറിസമൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. രണ്ടാമതായി റോസ്റ്റ് ചെയ്യാനായിട്ട് പവർ ടീം നിർദ്ദേശിച്ചത് ടീം ഡെന്നിനെ ആയിരുന്നു. അവർ വന്നു ചെയ്തു, പക്ഷേ ആരുടെയും പേരൊന്നും പറയാതെ തന്നെ അവർ ആ റോസ്റ്റ് ചെയ്തു. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യമായിട്ടൊക്കെ അവരൊന്ന് റോസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ ആ ഒരു രംഗം അവർ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് വന്നത് ടീം ടണലാണ്. ടീം ടണൽ വന്ന് അവരും റോസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അവർ 3 പേരേ ഉള്ളൂ. 3 പേര് അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ റോസ്റ്റ് ചെയ്തു. അതിൻ്റെ അത് ജിൻഡോ വന്ന ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തു. ഈ കഥയിലുള്ളവരൊക്കെ സാങ്കല്പികം മാത്രമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് ഒരു മനോഹരമായൊരു രീതിയിലായിരുന്നു നടത്തിയത്. അങ്ങനെ ഒടുവിൽ പവർ ടീം ഇതിൻ്റെ വിജയിയെ പ്രഖ്യാപിച്ചു. വിജയിയായത് നെക്സ്റ്റ് ടീമാണ്. 2ാം സ്ഥാനത്ത് ടീം ടണലെത്തി. 3ാം സ്ഥാനത്താണ് റോക്കിയുടെ ടീമായ ഡൺ വന്നത്. എന്തായാലും ആ ഒരു ടാസ്ക് അതിമനോഹരമായിട്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. വരും നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.